അത് അവളുടെ തന്നെ പ്രതിരൂപമാണ്. പക്ഷേ ഇവളെ എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവൾ പെരുമാറുന്നത്. ഇവളെപ്പോഴും ഭയങ്കര പക്വതയോടെ പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഇവളാണെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് പെരുമാറുന്നത്. ബോയ് ഫ്രണ്ട് ആയ സ്വാങ്ങിന് ഇത് സംശയം ഉണ്ടാകുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ അവളെ പിന്തുടരുന്നു. ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈമർ എടുത്ത് നോക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി അവൾ സാങ്ങിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇത് മറ്റേ ആ മായാജാല വേൾഡിലേക്ക് പോയ റിമ കാണുന്നുണ്ട്. അവൾ അവനെ രക്ഷിക്കാനായിട്ട് റിയൽ വേൾഡിലേക്ക് എത്തുകയും ഇവളുടെ പ്രതിരൂപത്തെ കൺട്രോൾ ചെയ്ത് ഇവളിലേക്ക് തന്നെ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങി എണീക്കുന്ന റിമ്മിനെയാണ് കാണുന്നത്. ഇത് അവളുടെ സ്വപ്നമായിരുന്നോ അതോ ഈ കഴിഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയില്ലെങ്കിലും ക്ലാസ്സിൽ മറഞ്ഞുപോയ കുട്ടികൾ എന്ന് കരുതുന്നവരെല്ലാം ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പഴയതുപോലെ ആയിരുന്നതുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതത്തിൽ അത് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് അത്യാഗ്രഹമായി മാറി കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് വീണ്ടും വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്നത്.